പൊങ്കാല കണ്ടിറങ്ങിയപ്പോൾ? അടിപൊളി മൂവി. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണാം, ആരും മിസ് ചെയ്യരുത്. കാരണം ഈ ഇടയിൽ വന്നതിൽ ഒരു കുറച്ചു എന്താ പറയുക, ഇത്രയും ഒരു നല്ലൊരു അടിപ്പടം നമ്മൾ കുറേ നാളായല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പടമാണ്. സോ ബാസിയുടെ പൊങ്കാല ബാസി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, കാണാത്തവരൊക്കെ. അതിൽ വയലൻസ് കാരണം കുറേ സീനുകൾ കട്ട് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു, സെൻസർഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ അത്യാവശ്യം നല്ല വയലൻസ് ബ്രൂട്ടൽ സീനുകളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ആ കട്ട് ചെയ്ത സീനുകളുടെ ഇത് എത്രത്തോളം ബ്രൂട്ടലായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് ഡയറക്ടർ പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിയില്ല എത്രമാത്രം അത് പോയിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ നമ്മുടെ സീൻസ് മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ വരുവാണെങ്കിൽ ഫൈറ്റ് സീക്വൻസ് അതുപോലെ തന്നെ മ്യൂസിക് എല്ലാ സെഗ്മെന്റ്സും വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ബാബുരാജേട്ടനും വരുമ്പോൾ ബാബുരാജേട്ടനും ബാസിനും തമ്മിലുള്ള കോംബോയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ആ ഒരു കോംബോ എങ്ങനെയാണ് കാണുന്നത്? നന്നായിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കോംബോയും ഫൈനൽ ഫൈറ്റും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാ ക്യാരക്ടേഴ്സും പുതിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ബാബുരാജിന്റെ ചെറുപ്പകാലം എവിടെയോ നിൽക്കണ്ടായിരുന്നു. ബാബുരാജിന്റെ ചെറുപ്പകാലം എവിടെ ഞാൻ